ക്ലീനിങ്ങിന് ആള് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ വാതിൽ ചാരി തിരികെ ബെഡിനരികിലേക്ക് നടന്നു. പിന്നെ പതിയെ ജ്യൂസ് എടുത്ത് കുടിച്ചു. തിരികെ ഗ്ലാസ് വെച്ച് കുറച്ചു നേരം അതേ ഇരിപ്പിരുന്നു. പെട്ടെന്നെന്തോ തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടുന്നത് പോലെ തോന്നി മായയ്ക്ക്. കണ്ണുകൾ താനെ അടയുന്നു. അവൾ പതിയെ തലയിൽ കൈവച്ച് കണ്ണുകൾ വലിച്ചു തുറന്നു. പിന്നെ ബോധം നഷ്ടപ്പെട്ട് ബെഡിലേക്ക് മറിഞ്ഞു വീണു. മായ പറഞ്ഞത് ചങ്കിടിപ്പോടെയാണ് വാസുദേവൻ കേട്ടത്. എന്തോ ഒന്ന് തൊണ്ടയിൽ വന്ന് കുടുങ്ങിയതുപോലെ അയാൾക്ക് ഒന്നും മിണ്ടാൻ കഴിയാതെ അനക്കമറ്റിരുന്നു. അപ്പോൾ അവൾ മിഴികളൊപ്പി തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ അവരെന്നെ കൂടുതൽ പറയാൻ കഴിയാതെ അവൾ മുഖം പൊത്തിയിരുന്നു. അപ്പോഴത്തെ അവളുടെ മാനസികാവസ്ഥ അറിയാവുന്ന അയാൾക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും സ്വന്തം മോളെ പോലെ ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാൻ കഴിയാതെ അയാൾ കുറെ നേരം ദൂരത്തേക്ക് നോക്കിയിരുന്നു. ഡ്രൈവിങ്ങിനിടയിലും പലപ്പോഴും അയാളുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു വരുൺ. അതിശയവും നിരാശയും ദേഷ്യവും ഞെട്ടലുമെല്ലാം വാസ്തവന്റെ മുഖത്ത് മിന്നിമായുന്നത് വരുൺ ആകാംക്ഷയോടെയാണ് കണ്ടത്. എന്തുപറ്റി? എന്താ അവൾ പറയുന്നത്? വരുണിന്റെ ചോദ്യത്തിനാദ്യം ഒന്നുമില്ലെന്ന് അയാള് ചുമലനക്കി. അപ്പോഴെല്ലാം അയാളുടെ മനസ്സ് കുറെ സംശയങ്ങളുടെ കലവറയായി മാറിക്കഴിഞ്ഞിരുന്നു. ആരായിരിക്കും മായയെന്ന്? ഹരിയാണോ? ആ റൂം ബോയിയാണോ അന്ന് മായ ചതിച്ചത്? അതോ ഇനി മറ്റാർക്കെങ്കിലും വേണ്ടി ആ റൂം ബോയ് സഹായിയായതാണോ? അതോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇതിന്റെ പിന്നിൽ പങ്കുണ്ടാവുമോ? 100,000 സംശയങ്ങൾ നൂലിഴ കീറാതെ അയാൾക്ക് മുന്നിൽ നിറഞ്ഞാടുമ്പോൾ വാസുദേവൻ പലവട്ടം കണ്ണടച്ചു തുറക്കുന്നു. അയാൾ പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ മായ അതേ ഇരിപ്പായിരുന്നു. അന്ന് ഹരി ചതിച്ചതാണെങ്കിലോ? അയാളുടെ ചോദ്യം കേട്ട് നെറ്റിലൂടെയാണ് അവൾ മുഖമുയർത്തി. പിന്നെ നിഷേധത്തിൽ തലയാട്ടി. ഇല്ല, ഹരി അങ്ങനെ ചെയ്യില്ല. ഹരി ആരോ ഇതിൽ പെടുത്തിയതാണ്. അതാരാണെന്ന് അറിയണം. അവന്റെ മരണമാണ് എനിക്ക് കാണേണ്ടത്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ അഗ്നി ചിതറി. മുന്നിലിരിക്കുന്നത് ഒരു രക്ഷസാണെന്ന് തോന്നിപ്പോയി വാസുദേവന്. പിന്നെ അയാള് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ മുന്നോട്ട് നോക്കിയിരുന്നു. ആ സമയത്തിനുള്ളിൽ കാർ തൃശ്ശൂർ എത്തിയിരുന്നു. തിരികെ കടവന്തറ എത്താൻ നേരം ഒത്തിരി വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെയും നിർത്താതെയുള്ള ഒരു യാത്രയായിരുന്നു. നമുക്കൊരു ചായ കുടിച്ചാലോ? വരുണിന്റെ ചോദ്യം കേട്ട് അയാളൊന്നും മൂളി. വരുൺ കേട്ട മാത്രയിൽ തന്നെ അടുത്ത് കണ്ട ചെറിയൊരു ഹോട്ടലിന് മുന്നിൽ കാർ ഒതുക്കി നിർത്തി. രണ്ടുപേരിറങ്ങി ചായയും ലഘുഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മായ പറഞ്ഞതെല്ലാം അയാൾ വരുണിനോട് പറഞ്ഞിരുന്നു. വല്ലാത്തൊരു മരവിപ്പായിരുന്നു വരുണിനും. ഇനി ആരെ സംശയിക്കണം എന്നറിയാത്തൊരവസ്ഥ. സംശയിക്കാൻ തുടങ്ങിയ അതിലും പലരുമുണ്ട്. അതിൽ ആരായിരിക്കും അവളെ? ചായക്കുടി കഴിഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ വാസുദേവന്റെ മനസ്സിൽ തോന്നിയൊരു സംശയം അയാൾ പിന്നിലിരിക്കുന്ന മായോട് തുറന്നു ചോദിച്ചു. മോൾക്ക് വിഷമാവില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മോളുടെ ചേട്ടന് ആളെങ്ങനെയാ? മോളോട് നല്ല സ്നേഹാണോ? അവൾ ഒന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അയാളെ നോക്കി. ചേട്ടൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു, ഹരിയായിട്ടുള്ള ബന്ധം അറിയുന്നത് വരെ. അതറിഞ്ഞത് പിന്നെ എന്നോട് ഒരകൽച്ച കാണിച്ചു തുടങ്ങി. അതും സ്നേഹം കൊണ്ടായിരിക്കും. അല്ലേലും സ്വന്തം ചേട്ടനല്ലായിട്ട് കൂടെ എന്നെ അത്ര സ്നേഹിച്ചാക്ക് എൻ്റെ അങ്ങനൊരു തീരുമാനം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അയാൾ ശ്രദ്ധിച്ചത് മറ്റൊന്നായിരുന്നു. അപ്പോ അദ്ദേഹം മോളുടെ സ്വന്തം ചേട്ടനല്ലേ? വാസുദേവന്റെ ചോദ്യം കേട്ട് അല്ലെന്നവൾ തലയാട്ടി. അമ്മ ഒന്നാണെങ്കിലും ഞങ്ങളുടെ അച്ഛൻ രണ്ടാണ്. ഏട്ടൻ്റെ അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ 2ാം വിവാഹത്തിലുണ്ടായ മകളാണ് ഞാൻ. പക്ഷേ ഒരിക്കലും ഒരു വേർതിരിവ് ഏട്ടനോട് കാണിച്ചിട്ടില്ല. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ എന്നെ കൈപ്പിടിച്ച് നടത്തിയത് ഏട്ടനാണ്. അമ്മയ്ക്കും അച്ഛനും അത് വലിയ സന്തോഷം നൽകിയിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ അച്ഛൻ്റെ മരണം. ഒരു ആക്സിഡന്റ്. അതിനുശേഷം ഒരച്ഛൻ്റെ കുറവറിയാതെയാണ് ഏട്ടൻ എന്നെ കൊണ്ടു നടന്നത്. അവളത് പറയുമ്പോൾ വാസുദേവന്റെ ചിന്ത വേറെ വഴിക്കായിരുന്നു. എന്തുകൊണ്ട് ഈ നിമിഷം മുതൽ അയാൾ സംശയിച്ചൂടാ? ചിലപ്പോ സ്നേഹമുള്ള ഒരു ചേട്ടനാവാം, അല്ലെങ്കിൽ സ്നേഹിച്ചുകൂടി ചതിച്ച ഒരു അസുരനും. മോളുടെ അച്ഛൻ എങ്ങനെയോ മരിച്ചെന്നാ പറഞ്ഞത്? ഒരു ആക്സിഡന്റ് ആയിരുന്നു. ചേട്ടനച്ഛനും കൂടെ കോഴിക്കോട് പോകുന്ന വഴിക്ക് ചായ കുടിക്കാൻ കാർ നിർത്തിയപ്പോൾ എതിരെ വന്നൊരു ലോറി നിയന്ത്രണം വിട്ട് കാറിലിടിക്കുകയായിരുന്നു. ആ സമയം അച്ഛൻ മാത്രമായിരുന്നു കാറിൽ.
ചേട്ടൻ അടുത്തുള്ള കോഫി ഹൗസിൽ ചായ വാങ്ങിക്കാൻ കയറിയത് കൊണ്ട് തലനാഴിരയ്ക്കാ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്ന് അച്ഛൻ്റെ കൂടെ ചേട്ടനും. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ വാസുദേവന്റെ മനസ്സിലെ പല ചിന്തകളും വെറുപിടിച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ മരിക്കുന്നത് ആക്സിഡന്റില്. അവിടെ അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇപ്പോ ആ അച്ഛൻ്റെ മകളും പോയി. സ്നേഹനിധിയായ മകനും ചേട്ടനുമായി കണം നിറഞ്ഞാടി ഒടുക്കം എല്ലാ സ്വത്തിന്റെയും ഒറ്റ അവകാശിയായി മാറിയ സഹോദരൻ. കഥകളുടെ പോക്ക് നിഗൂഢ നിറഞ്ഞതാണല്ലോ. അച്ഛൻ്റെ മരണത്തിന് പിന്നില് അവൻ്റെ കൈകളുണ്ടെങ്കിൽ മായയുടെ മരണം വരെ ഓരോ നിമിഷത്തിലും അവൻ്റെ വിരലുകൾ ഉണ്ടാവും. എല്ലാം ഒരു സംശയങ്ങൾ മാത്രമാണെങ്കിലും എവിടേക്കോ ചില പൊരുത്തക്കേടുകൾ. അവളുടെ നാശത്തിലേക്ക് വഴിവെച്ച സംശയത്തിന്റെ നിഴലുകളുള്ള മുഖങ്ങൾക്കിടയിൽ അയാളുടെ ആ മുഖം കൂടെ ആ നിമിഷം ചേർത്ത് വെച്ചു. സുദേവ് സത്യ. കാറിനുള്ളിൽ നടക്കുന്നതൊന്നും മനസ്സിലാവാതിരിക്കുകയായിരുന്നു വരുൺ. ഇടയ്ക്ക് അയാൾ പിന്നിലേക്ക് നോക്കി എന്തൊക്കെയോ ചോദിക്കുന്നു. ചില സമയങ്ങളിൽ തലയാട്ടുന്നു, ചിന്തിക്കുന്നു. ആകെ ഒരു ഭ്രാന്തമായ അവസ്ഥയായിരുന്നു കാറിനുള്ളില്. ബാക്ക് സീറ്റിൽ അവൾ ഉണ്ടെന്ന് പറയുന്നല്ലാതെ ഉണ്ടോ ഇല്ലേ എന്ന് നിശ്ചയമില്ലാതെ ശരിക്കും ഭ്രാന്ത് പിടിച്ചത് വരുണായിരുന്നു. ശരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. ഒരാത്മാവ് ഇങ്ങനെയൊക്കെ തേടി വരുമോ, അതോ ഇയാൾക്കെല്ലാം തോന്നുകയാണോ? ഒന്നും തുറന്നു ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഒന്നിലും ശ്രദ്ധിക്കാതെ വരുൺ മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഹൈവേയിൽ കയറി നിമിഷത്തിലായിരുന്നു ഗ്ലാസ്സിലൂടെ വരുൺ അത് ശ്രദ്ധിച്ചത്. അകലം പാലിച്ചുകൊണ്ട് ഒരു വാഹനം തങ്ങളെ ഫോളോ ചെയ്യുന്നത്. ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ലെങ്കിലും മുന്നിൽ പോകുന്ന വണ്ടി ഒതുക്കി വെച്ചിട്ടും മുന്നിൽ കയറാതെ പിന്നിൽ അകലമിട്ട് വരുന്ന ആ വാഹനത്തിലെ ലക്ഷ്യം ഈ കാറാണെന്ന് തോന്നി വരുണ്. ഒരു വാഹനം നമ്മളെ പിന്തുടരുന്നത് പോലെ. അവൻ വാസുദേവൻ നോക്കി പറയുമ്പോൾ അയാളും അപ്പോഴാണത് ശ്രദ്ധിച്ചത്. ഒരു ചുവന്ന ഷിഫ്റ്റ്. ആ നിമിഷം അയാളൊരു കാര്യം ഉറപ്പിച്ചിരുന്നു. മായയെ മരണം വരെ എത്തിച്ചത് ഹരിയല്ല. അതാരാണോ അവർ അനങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ അനക്കം പോലും അസ്വസ്ഥമാക്കുന്ന ആരൊരാള്. അത് ചിലപ്പോൾ സുദേവാകാം, അല്ലെങ്കിൽ ഹരിയുടെ നാശം കാത്തിരിക്കുന്ന സെൽവൻ, അതുമല്ലെങ്കിൽ ആ റൂം ബോയ്, അല്ലെങ്കിൽ ഹരിയെ സഹായിക്കാൻ വന്ന ദേവൻ. ആരായാലും ഇനി മുതൽ മരണം പോലെ പുറകിൽ അവരും ഉണ്ടാകും. അയാൾ ഓരോന്ന് ചിന്തിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ ഷിഫ്റ്റ് അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി സഞ്ചരിച്ചു തുടങ്ങി. ഏറെ നേരം ആ ഷിഫ്റ്റ് അവർക്ക് മുന്നിലുണ്ടായിരുന്നു, ഭയപ്പെടുത്തുന്നത് പോലെ. മുന്നിൽ നിന്നും മാറാതെ ഇടയ്ക്കിടെ പാർക്ക് ലൈറ്റ് മിന്നിച്ചുകൊണ്ട് അവർ മുന്നിൽ ഭയത്തിന്റെ നിഴലടക്കം സൃഷ്ടിച്ചുകൊണ്ട്. ആ ഷിഫ്റ്റ് മുന്നിൽ നിന്നും മായുമ്പോഴാണ് വാസുദേവനും വരുണും ശ്വാസം നേരെ വീണത്. ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തെങ്കിലും ആ സമയത്തിനിടയിൽ തന്റെ ഫോണിൽ ആ വണ്ടിയുടെ നമ്പർ കാണും വിധം ഫോട്ടോ എടുക്കാൻ മറന്നില്ല വരുൺ. മുന്നോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ ഇതുപകരിക്കും. അവൻ ആത്മഗതം പോലെ പറഞ്ഞതും വേഗം കാർ മുന്നോട്ടെടുത്തു. ഇടയ്ക്കിടെ ഷിഫ്റ്റിന്റെ സാന്നിധ്യം പുറകിലോ മുന്നിലോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ട്. അവർ വീട്ടിലെത്തുമ്പോൾ ഏറെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ വാസുദേവനെ അവിടെ ഇറക്കി കാറിൽ നിന്ന് ഇറങ്ങുപോലും ചെയ്യാതെ നാളെ കാണാമെന്ന് പറഞ്ഞ് വരുൺ കാർ റിവേഴ്സ് എടുത്ത് പുറത്തോട്ട് പോയി. അവരുടെ വരവും കാത്തു നിന്ന പോലെ വർഷയുടെ മുഖത്ത് പോയിട്ട് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മുഖത്ത് യാത്രാക്ഷീണം കണ്ടതോടെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ അച്ഛൻ കുളിച്ചിട്ട് വാ, ചോറെടുത്ത് വെക്കാം എന്നും പറഞ്ഞ് അവൾ അടുക്കളയ്ക്ക് നടന്നു. കുളി കഴിഞ്ഞ് ഒരു കൈലി എടുത്ത് ഡൈനിങ് ഹാളിൽ എത്തുമ്പോൾ ഭക്ഷണം എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അമ്മയും മോളും. അച്ഛനുള്ളത് പ്ലേറ്റിലേക്ക് വിളമ്പി കൂടെ അവരും ഇരുന്നു. പോയിട്ട് എന്താ അച്ഛാ? അവളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം കേട്ട് അയാൾ ഒരു പിടി ചോറ് വായിലേക്ക് വെച്ചു. പിന്നെ രാവിലെ മുതൽ കുറച്ച് മുന്നേ ഉണ്ടായ സംഭവം വരെ അയാൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വർഷയമ്മയും ഞെട്ടലിലായിരുന്നു. ആദ്യം ഒരു പ്രേതത്തെ പേടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ദേ ഗുണ്ടകളും കൊലയാളികളും എല്ലാം കൂടെ പുറകെ വരുന്നു. എന്റെ മനുഷ്യ, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് വല്ലതും സംഭവിച്ചാ നഷ്ടം ഞങ്ങൾക്കാ. നിങ്ങളെ ഉള്ളൂ ഞങ്ങൾക്ക്, പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ഭക്ഷണം കഴിക്കുന്ന നിർത്തി കൈ കുടഞ്ഞ് തലയിൽ കൈവച്ച് ആവല്ലാതോടെ പറയാൻ തുടങ്ങുമ്പോൾ വർഷയ്ക്കാണ് ദേഷ്യം വന്നത്. എന്റെ അമ്മയൊന്ന് മിണ്ടാണ്ടിരിക്കാവോ? അവൾ അമ്മയെ രൂക്ഷമായി നോയിക്കൊണ്ട് അച്ഛൻ നേരെ തിരിഞ്ഞു. അപ്പൊ സംശയിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ അച്ഛാ. കൂടെ ഇപ്പോഴത്തെ സംഭവം കൂടെ ചേർത്ത് വായിച്ചാ മായം മരണത്തേക്ക് എത്തിച്ചവര് നിസ്സാരക്കാരായിരിക്കില്ല, പേടിക്കണം. ഈ സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.